ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്മസിന് പ്ലം കേക്ക് പോലെ തന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കേക്കാണ് മാർബിൾ കേക്ക്. നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഈ മാർബിൾ കേക്ക് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇന്നിവിടെ 1/2 കിലോയുടെ ഒരു മാർബിൾ കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനു വേണ്ടി ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കുക. അതിനുശേഷം ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ 2-3 തവണ കൂടി അരിച്ചെടുത്താലും മതി. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. ഞാൻ ഇതിൻ്റെ യോക്കും വൈറ്റും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വൈറ്റ് ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം. അതിനുശേഷം 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ഒന്നിച്ച് ചേർക്കരുത്, 2-3 പ്രാവശ്യം കൊണ്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് നന്നായി ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് നമ്മൾ പാത്രം ഇതുപോലെ ഒന്ന് ചെരിച്ചാൽ പോലും താഴെ പോകരുത്. ആ ഒരു പരുവത്തിന് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. കണ്ടോ, ഇതുപോലെ. ഇനി നമുക്ക് വേണ്ടത് ഒരു 75 ഗ്രാം ബട്ടറാണ്. ഇത് അൺസാൾട്ടഡ് ബട്ടറാണ്. ഇത് റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം. ശ്രദ്ധിക്കുക, നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എഗ് ആയാലും ബട്ടർ ആയാലും എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതൊന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മൾ മുന്നേ ചേർത്തതുപോലെ തന്നെ 2-3 പ്രാവശ്യമായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് സൈഡിലേക്കൊക്കെ തെറിച്ചു പോകും. അതൊരു സ്പാച്ചിൽ ഉപയോഗിച്ച് സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ബട്ടറും പഞ്ചസാരയും എല്ലാം നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള എഗ് യോക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് കൂടി ചേർത്ത് കൊടുക്കുക. അതും നമ്മൾ പഞ്ചസാര ചേർത്തതുപോലെ 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2-3 പ്രാവശ്യമായി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് സാവകാശം മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, സ്പാച്ചിൽ ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ മതി. അത് കുത്തി ഇളക്കരുത്, സാവകാശം വേണം ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് ആണ്. അതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2-3 പ്രാവശ്യമായി അല്പാൽപമായി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പാച്ചുല ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. സാവകാശം മിക്സ് ചെയ്തെടുക്കുക, കുത്തി ഇളക്കരുത്. ഈ കാണുന്നത് പോലെ. ഇനി നമുക്ക് നമ്മുടെ മാർബിൾ കേക്കിലേക്ക് വേണ്ട ചോക്ലേറ്റ് ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും അല്പം എടുക്കുക. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഞാൻ എടുക്കുന്ന കണ്ടോ ഇതുപോലെ കുറച്ച് എടുക്കുക, നമ്മുടെ ആവശ്യാനുസരണം. ഇനി നമുക്ക് കൂടുതൽ ചോക്ലേറ്റ് ബാറ്റർ ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കൂടുതലായിട്ട് എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എടുത്താൽ മതി.
ഈ ഒരു പരുവത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഞാൻ ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുന്നുണ്ട്. അതും ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ സ്പൂൺ കൊണ്ടും ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ അപ്ലൈ ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പറും വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വാനില ബാറ്ററിൽ നിന്നും അല്പം എടുത്ത് കേക്ക് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുക. ഇനി നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ബാറ്റർ ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇതായി കാണുന്ന പോലെ വട്ടത്തിലാണ് ഇപ്പം സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എങ്ങനെ വേണമെങ്കിലും സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഒന്ന് വരച്ചു കൊടുക്കുക. അതും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വരച്ചു കൊടുക്കാവുന്നതാണ്. ഇനി സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് വീണ്ടും വനില ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സ്പാച്ചില ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക എല്ലായിടത്തേക്കും. അതിനുശേഷം വീണ്ടും പൈപ്പിംഗ് ബാഗിലുള്ള ചോക്ലേറ്റ് ബാറ്റർ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഒന്ന് വരച്ചു കൊടുക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വരച്ചു കൊടുക്കാം. ഞാനിവിടെ 3 ലെയറാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിലെ എയർ ബബിൾസ് ഒക്കെ പോകുന്നതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കണം. 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഞാനിത് വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വന്നത് 170 ഡിഗ്രിയിൽ തന്നെ 35 മിനിറ്റ് സമയമാണ്. അപ്പോൾ നമ്മുടെ മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തണുത്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. നമ്മുടെ ക്രിസ്മസ് പ്ലം കേക്ക് പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് മാർബിൾ കേക്ക്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ആൽക്കഹോളിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടുള്ള വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ക്രിസ്മസ് റം കേക്ക് റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രിസ്മസ് പ്ലം കേക്ക് റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.